ചിത്രത്തിൽ tan 44 ഇൻറ്റു tan 46 സമം 1 എന്ന് തെളിയിക്കുക. നമുക്കൊരു ത്രികോണത്തിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. ഇത് മട്ടത്രികോണമാണ്. ഈ കോൺ 90 ഡിഗ്രിയാണ്. ഒരു ന്യൂനകോണം തന്നിട്ട് 44 ഡിഗ്രി. മട്ടത്രികോണത്തിൽ ഈ കോൺ 90 ആണ്. അപ്പോൾ അവശേഷിക്കുന്ന രണ്ട് കോണുകളുടെ തുക 90 ആയിരിക്കും. കാരണം ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെ തുക 180 ആണ്. അപ്പോൾ ഇത് 90 ആണെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിയ 90 കിട്ടണം. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 46 ഡിഗ്രി ആയിരിക്കും. 46 4 50 40 90. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 90 ഡിഗ്രി ആയി. അപ്പോൾ നമുക്ക് ഈ ത്രികോണത്തിലത്തെ 3 കോണും അറിയാം. ടാൻ തീറ്റ കാണുന്നുള്ള സൂത്രവാക്യം എതിർവശം ബൈ കർണാണ്. അപ്പോൾ നമുക്ക് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ന്യൂനകോണാണ്. ഇവിടെ രണ്ട് ന്യൂനകോണുണ്ട്, 44 46. നമുക്ക് രണ്ടും കാണണം. അപ്പോൾ ടാൻ 44 ആദ്യം കാണുക. ടാൻ 44 ടാൻ തീറ്റ എതിർവശം ബൈ കാരണം. അപ്പോൾ ടാൻ 44 ഈ 44 എന്ന ന്യൂനകോണിൻ്റെ എതിർഭാഗത്ത് നമ്മൾ എതിർവശം എന്നെഴുതുക. 90 ഡിഗ്രിയുടെ എതിർഭാഗത്ത് കർണം എന്നെഴുതുക. അപ്പോൾ അവശേഷിക്കുന്ന വശം സമീപവശം. അപ്പോൾ ടാൻ 44 കാണേണ്ടത്. 44ൻ്റെ എതിർഭാഗത്ത് എതിർവശം, 90 ഡിഗ്രിയുടെ എതിർഭാഗത്ത് കർണം, അവശേഷിക്കുന്ന വശം സമീപവശം. ടാൻ 44 കാണുമ്പോൾ എതിർവശം ബൈ സമീപവശം. എതിർവശം എന്താ? AB ബൈ സമീപവശോ BC. നമുക്ക് ടാൻ 44 കിട്ടി. ഇതുപോലെ ടാൻ 46 കാണുക. ടാൻ 46 വീണ്ടും സൂത്രവാക്യം തന്നെയാണ്. പക്ഷേ ടാൻ 46 ന്യൂനകോൺ എടുക്കുന്നത് മാറും. ഇതാണ്. അപ്പോൾ നമുക്ക് ഈ സൂത്രവാക്യത്തിൽ വില കൊടുക്കുമ്പോൾ മാറും. അപ്പോൾ ടാൻ 46 എടുക്കുമ്പോൾ അതിൻ്റെ എതിർഭാഗത്ത് ഇതെന്തായി മാറും? ഇതിൻ്റെ എതിർഭാഗത്ത് ഇത് എതിർവശം. അപ്പോൾ ഇതെന്താവും? സമീപവശം. കർണം മാറില്ല. കർണം എപ്പോഴും 90 ഡിഗ്രിയുടെ എതിർഭാഗത്താണ്. അപ്പോൾ ഇനി നമുക്ക് സൂത്രവാക്യത്തിൽ വില കൊടുക്കുക. ടാൻ 46 എതിർവശം ബൈ സമീപവശം. ഇപ്പോൾ ഏതാ എതിർവശം? BC ആണ്. ബൈ സമീപവശോ AB ആണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ടാൻ 44 ടാൻ 46 കൂടി ഗുണിക്കുക. ഇത് രണ്ടും കൂടി ഗുണിക്കണം. അതായത് AB ബൈ BC ഇൻറ്റു BC ബൈ AB. നമുക്ക് AB യും വെട്ടിക്കളഞ്ഞ് BC യും BC യും വെട്ടിക്കളഞ്ഞ ഉത്തരം 1.